ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറില്ല. ഇന്ത്യ ഗവൺമെൻറ് ബംഗ്ലാദേശുമായി ഉള്ള ഉടമ്പടി പ്രകാരം ബംഗ്ലാദേശിന് ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യ അതിന് തൽക്കാലം തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഭരണം കൈയാളുന്ന സമയത്ത് അവർക്കെതിരെ ഉണ്ടായ ഒരു വലിയ പ്രക്ഷോഭം, വിദ്യാർത്ഥി പ്രക്ഷോഭം, അവരെ അടിച്ചമർത്തുകയും പട്ടാളത്തെ ഉപയോഗിച്ച് അവരെ അടിച്ചമർത്തുകയും അതിൽ നിരവധി വിദ്യാർത്ഥികൾ കൊല ചെയ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരു ഇടക്കാല സർക്കാർ ഒരു മാസം നടത്തിയ വിചാരണയുടെ ഫലമായി ഷെയ്ഖ് ഹസീന അവർ ഇന്ത്യയിലാണ് ഇല്ലാത്ത സമയം നോക്കി അവിടെ നടത്തിയൊരു വിചാരണയുടെ ഫലമായാണ് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ഒരു പ്രത്യേക കോടതി ട്രൈബ്യൂണൽ പ്രത്യേക വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വിധി പ്രകാരം ഷെയ്ഖ് ഹസീനയെ അവർ വധശിക്ഷയ്ക്ക് വിധേയമാക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ ഈ വിധി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ബംഗ്ലാദേശിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നീണ്ട 20 വർഷക്കാലത്തോളം ബംഗ്ലാദേശിനെ സമൃദ്ധിയിലേക്ക്, അല്ലെങ്കിൽ ബംഗ്ലാദേശിനൊരു നല്ലൊരു ഭരണം കാഴ്ചവെച്ച ഒരു വനിതാ നേതാവാണ് ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹസീന ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഒരു രാജ്യത്ത് ഭരണം കൈയാളിയ ഒരു വനിതാ നേതാവാണ്. അവരുടെ ഭരണകാലത്ത് ബംഗ്ലാദേശിന് വലിയ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖല, സ്ത്രീകളുടെ ഉന്നമനത്തിലാണെങ്കിലും വലിയ രീതിയിൽ അവിടെ ഒരു വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധിച്ചു. അവരുടെ ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങളൊക്കെ വളരെ സന്തുഷ്ടരായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ഭരണകൂടം ന്യൂനപക്ഷങ്ങളെ വലിയ തോതിൽ അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പല തരത്തിലും ന്യൂനപക്ഷങ്ങൾ അവിടെ വേട്ടയാടി. അവിടെയുള്ള ഹിന്ദു സമുദായത്തിനൊന്നും ജീവിക്കാൻ കഴിയാതെ അവർ ഇന്ത്യയിലേക്ക് അഭയം തേടേണ്ടി വരുന്ന, അല്ലെങ്കിൽ തേടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ സമീപകാലത്ത് ആ സമയത്തൊക്കെ നമ്മൾ കാണുകയുണ്ടായി ധാരാളം ഹിന്ദുക്കൾ അവിടെ കൂട്ടക്കുരുതിക്കും വേട്ടയാടലിനും വിധേയമാകുന്ന ധാരാളം വാർത്തകൾ ആ സമയത്ത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള ഒരു കിരാത ഭരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന് പോലും ജീവിക്കാൻ കഴിയില്ല. വലിയ തോതിൽ പട്ടിണിയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയ ഒരു ഭരണകൂടമായി അവിടുത്തെ ബംഗ്ലാദേശിനെ മാറ്റാൻ അവിടുത്തെ ഭരണകൂടത്തിന് സാധിച്ചു. ഈ ഒരു നില ഉണ്ടാക്കിയെടുത്തത് അവിടുത്തെ ഇടക്കാലം വന്ന സർക്കാരിൻ്റെ ഭരണത ഫലമാണ്. ആ ഒരു പരാജയം തന്നെയാണ് അവിടെ ബംഗ്ലാദേശ് നേരിടുന്നത്. എന്നാൽ ഷെയ്ഖ് ഹസീനയെ പോലൊരു നല്ല നേതാവ് ഉണ്ടാകുമായിരുന്നെങ്കിൽ, അവർക്കവിടെ ഭരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു വിധി ബംഗ്ലാദേശിൽ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയൊരു നല്ല നേതാവിനെ അവിടെ നിന്ന് പുറത്താക്കി അവരെ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കാൻ അവർ തയ്യാറാകുമ്പോൾ വലിയൊരു വേദന ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.